ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എക്സലന്റ് അക്കാഡമിക്സ്. SLCയുടെ അടിസ്ഥാന പാഠാവലി എന്ന ടെക്സ്റ്റ് ബുക്കിലെ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന ആദ്യത്തെ പാഠമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. കുട്ടനാടിൻ്റെ ഇതിഹാസ എഴുത്തുകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവലാണ് രണ്ടിടങ്ങഴി. കുട്ടനാടൻ കർഷകർ അനുഭവിച്ചിരുന്ന ജീവിത പ്രശ്നങ്ങളാണ് ഇതിലെ പ്രമേയം. കഥാപാത്രങ്ങളെ ഒന്ന് നോക്കാം. കുട്ടനാട്ടിലെ ജന്മിയായ പുഷ്പവേലിയിൽ ഔസേപ്പ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട കർഷകനായ കോരൻ, കോരന്റെ ഭാര്യ ചിരുത, കോരന്റെ അച്ഛൻ വെളുത്ത. പാഠഭാഗത്തിലേക്ക് പോവാം. പ്ലാവിലക്കഞ്ഞി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരൻ. കുട്ടനാട്ടിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സാധാരണ കർഷകനാണ് കോരൻ. അവിടുത്തെ ഏറ്റവും വലിയ ജന്മിയായ പുഷ്പവേലിയിൽ ഔസേപ്പിന് 1 ഏക്കർ നിലം നികത്തി പുരയിടം പണിയാനുണ്ട്. അതിനായി കുറച്ച് പണിക്കാരെ നിയമിക്കുന്നു. അതിലൊരു പണിക്കാരനാണ് കോരൻ. ഔസേപ്പ് ഇത്രയും വലിയ ജന്മിയായിട്ടും പണിക്കാർക്ക് കൂലിയായി 3/4 രൂപ മാത്രമേ നൽകുന്നുള്ളൂ. പക്ഷേ ഈ കിട്ടുന്ന 3/4 അണ കൊണ്ട് നെല്ല് പോലും വാങ്ങാൻ തികയില്ല. അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ട കർഷകരുടെ വീട്ടിൽ മുഴു പട്ടിണിയാണ്. അങ്ങനെ ഒരു ദിവസം പണി കഴിഞ്ഞിറങ്ങുന്ന കോരൻ കൂലിയായി നെല്ല് ആവശ്യപ്പെടുന്നു. അതിന് മറുപടിയായി ഔസേപ്പ് ഇങ്ങനെ പറയുകയാണ്: നെല്ലില്ല, പിശാചുക്കള്, വല്ല പീടികയിലും കൊണ്ടുചെന്ന് പെട്ട വിലയ്ക്ക് വിൽക്കാനാണ് എന്ന് പറഞ്ഞ് കോരനെ ആട്ടിപ്പായുകയാണ്. നെല്ല് വാങ്ങാതെ വീട്ടിൽ ചെന്നാൽ പട്ടിണിയാകും എന്ന് മനസ്സിലാക്കിയ കോരൻ കൂലി കിട്ടിയ 3/4 അണയും കൊണ്ട് നെല്ലിനു വേണ്ടി ആ കൈനഗിരി മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അലഞ്ഞു നടക്കുന്നതിനിടയിൽ ഇരുട്ടിന്റെ മറവിൽ നിന്നും കോരന്റെ ശ്രദ്ധയിൽ ഒരു വലിയ വീടും ആ വീട്ടിൽ നിന്ന് ചാക്ക് കണക്കിന് നെല്ല് വള്ളത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതും പെട്ടു. ഈ കാഴ്ചയിൽ നിന്നും കോരനൊരു കാര്യം വ്യക്തമായി. ജന്മിമാർ കൂലിയായി നെല്ല് നൽകാത്തത് നെല്ലിന് നല്ല വിലയുള്ളത് കൊണ്ടാണ്. തങ്ങൾക്ക് കൂലിയായി കിട്ടേണ്ടിയിരുന്ന നെല്ലിനെ അവർ ഇരുട്ടിന്റെ മറവിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിൽക്കുകയാണ്. രാത്രിയുടെ മറവിൽ നടക്കുന്ന ഈ പ്രവൃത്തിയെ പുറത്തറിയിച്ചാലോ? കൂലിയായി നെല്ല് കിട്ടാതെ ഇനി പണിക്ക് പോകാതിരുന്നാലോ എന്നിങ്ങനെയൊക്കെ കോരൻ ചിന്തിക്കുന്നുണ്ട്. ജന്മിത്വത്തിനെതിരെയുള്ള കോരന്റെ പ്രതിഷേധമാണ് ഈ ചിന്തകളെല്ലാം. അങ്ങനെ കോരൻ 6 അണ കൊടുത്ത് 4 ചക്രത്തിന് കപ്പയും നാഴി അരിയും വാങ്ങി വീട്ടിലേക്ക് പോയി. കപ്പയും ചോറും ഉണ്ടാക്കി കോരനെ കഴിക്കാനും വിളിച്ച ചിരുതയോട് ബൈറ്റിലൊരു കമ്പിതമെടി എന്ന് പറയുകയാണ്. ഈ കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം ചിരുതയ്ക്ക് തികയില്ല എന്നറിയാവുന്ന കോരൻ വയറുവേദന കളവ് പറഞ്ഞ് ഭക്ഷണം നിരസിക്കുകയാണ്. പക്ഷെ ചിരുതയുടെ നിർബന്ധത്തിൽ ഇരുവരും അത് പങ്കിട്ട് കഴിക്കുന്നു. ഇല്ലായ്മയിലും ഒത്തൊരുമയോടെ ജീവിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് ഇരുവരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിറ്റേന്ന് ജോലി കഴിഞ്ഞിറങ്ങിയ കോരൻ കൂലിയായി നെല്ല് ചോദിച്ചു. നെല്ലിന് പകരം ഔസേപ്പ് 1 രൂപ നൽകി. ആ പൈസയും കൊണ്ട് 2 നാഴി അരിയും കപ്പയും വാങ്ങി കോരൻ വീട്ടിലേക്ക് വരുമ്പോൾ കോരന്റെ അച്ഛനായ വെളുത്ത അവരുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അപ്പനെ കണ്ടപ്പോൾ കോരൻ ഒരുപാട് സന്തോഷമായി. എന്നാൽ തന്റെ അപ്പൻ ആകെ വയ്യാതായിരിക്കുന്നു. ദേഹം മൊത്തവും നീര് കയറിയിരിക്കുകയാണ്. അപ്പൻ പറഞ്ഞു: മകനെ, 10 ദിവസമായി അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട്. കപ്പ മാത്രമേ കഴിക്കാൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ശരീരത്തിൽ ഇത്രയും നീര്. ഇത് കേട്ട കോരന് ഒരുപാട് സങ്കടമായി. പണ്ടത്തെ വലിയ കർഷകനായിരുന്നു തന്റെ അപ്പൻ. 8ാം വയസ്സിൽ കൃഷിജീവിതം ആരംഭിച്ചതാണ്. ഒരാനയുടെ കരുത്തുണ്ട് അദ്ദേഹത്തിന്. ഒരുപാട് പണിയെടുത്തും ഒരുപാട് പേർക്ക് ഭക്ഷണം കൃഷി ചെയ്ത് നൽകിയും ഒരുപാട് ജന്മിമാർക്കും ലാഭമുണ്ടാക്കി കൊടുത്ത ആളാണ്. എന്നാൽ അങ്ങനെ രാപ്പകൽ അധ്വാനിച്ച വലിയ കർഷകനായ തന്റെ അപ്പന്റെ അവസാന നാളുകളിൽ പോലും 1 കപ്പ് കഞ്ഞിവെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയാണ്. വെളുത്ത എന്നത് കുട്ടനാട്ടിലെ കർഷകരുടെ യഥാർത്ഥ ജീവിതം വ്യക്തമാക്കുന്ന കഥാപാത്രമാണ്. അവരനുഭവിക്കേണ്ടി വന്ന പട്ടിണിയുടെയും കഠിനാധ്വാനത്തിന്റെയും ചൂഷണത്തിന്റെയും പ്രതീകമാണ്. ഇത്രയും വലിയ കർഷകനായ തന്റെ അപ്പന് ഈ ഗതിയാണെങ്കിൽ തന്റെ അവസാന നാളുകളിലും തന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് കോരന് ബോധ്യപ്പെടുന്നു. മുറം വിറ്റ് കിട്ടിയ പൈസയിൽ നിന്നും അരി വാങ്ങി ചിരുത അപ്പന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. 10 പ്ലാവിലക്കഞ്ഞി കുടിച്ചപ്പോൾ അപ്പന്റെ മുഖത്തുണ്ടായ സന്തോഷം കണ്ട് കോരനും സന്തോഷിച്ചു. ഇനി നെല്ല് കൂലിയായി കിട്ടാതെ താൻ പണിയെടുക്കില്ല എന്ന് കോരൻ അപ്പോൾ ഒരു തീരുമാനം എടുത്തു. തന്റെ അപ്പനുണ്ടായ ഈ അവസ്ഥ കർഷകനായ തനിക്കും വരാതിരിക്കാനാണ് ഇത്തരമൊരു പ്രതിഷേധം ജന്മിമാർക്കെതിരെ കോരൻ ഉന്നയിക്കുന്നത്.
അടിമത്തത്തിൽ നിന്നും അവകാശബോധത്തിലേക്കുള്ള കോരന്റെ കുതിച്ചുചാട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്ലാവിലക്കഞ്ഞി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയം. വളരെ എളുപ്പമാണ് പഠിക്കാൻ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്